പറയുകയാണ്, സഹോദരങ്ങളെ, ISMന്റെ ഈ സമ്മേളനം സമാപനം കുറിക്കുമ്പോ 10 വർഷക്കാലം മുമ്പ് ഈ യുവജനത കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൈയുയർത്തിയിരുന്നൊരു സന്ദർഭമുണ്ട്. ISM പ്രവർത്തകന്മാർ കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊറുക്കും. ISM പ്രവർത്തകന്മാർ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് പൊറുക്കാം. പക്ഷേ ജീവന് തുല്യം നാം സ്നേഹിക്കുന്ന ഈ ആദർശത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നവരാണ് ISMകാരെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആട്ടിയോടിക്കാൻ, ഈ യുവജന ശക്തിയെ ആട്ടിയോടിക്കുവാൻ ശ്രമിച്ച സഹോദരങ്ങൾ. പക്ഷേ 10 വർഷം കഴിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദരണീയരായ നേതാക്കന്മാർ കണ്ണു നിറഞ്ഞുകൊണ്ട് സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഈ വലിയ ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ ആട്ടിയോടിച്ചേൽക്കാൻ ശ്രമിച്ച ആളുകൾ തീരാത്ത മനപ്രയാസത്തിലാണ്, അതീവ ദുഃഖത്തിലാണ്. നമുക്കവരോട് യാതൊരുവിധ പകയുമില്ല, വിദ്വേഷവുമില്ല. റഹ്മാനായ നാഥ, അവർക്ക് നീ പൊറുക്കണമേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, അവർക്ക് നീ മനസ്സമാധാനം കൊടുക്കണമേ, നല്ല ബുദ്ധി തെളിച്ചു കൊടുക്കണമേ എന്ന വിനീതമായ പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. സഹോദരങ്ങളെ, ഈ സമ്മേളനം ഇവിടെ സമാപനം കുറിക്കുമ്പോ, സമാപന സമ്മേളനത്തിന് ശേഷം നാട്ടിലേക്ക് ISM പ്രവർത്തകന്മാര് പോകുന്നത് വിശ്രമിക്കുവാൻ വേണ്ടിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളീയ ജനത നമ്മിലേക്ക് വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ, ധാർമ്മിക പ്രബോധന മേഖലയിൽ, മതപ്രബോധന മേഖലയിൽ ഒരു പ്രതീക്ഷ ISM മാത്രമാണെന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ഈ പാരാവാരത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചു. സഹോദരങ്ങളെ, ഇത് നമ്മെ കർത്തവ്യബോധമുള്ളവരാക്കി തീർക്കണം. നാം ഇവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് വിശ്രമിക്കുവാൻ വേണ്ടിയല്ല. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നാം ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഇവിടെ ആദരണീയനായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി CP ഉമർ സുല്ലമി ഏതാനും സമയങ്ങൾക്ക് ശേഷം മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്താൻ പോകുന്നു. പ്രിയപ്പെട്ട ISM പ്രവർത്തകരെ, നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ പ്രബോധന പ്രവർത്തനം, ആ സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ISM ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നേതാക്കൾക്ക്, പ്രിയപ്പെട്ട ആദരണീയരായ പണ്ഡിതന്മാർക്ക് ഈ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഒരു പേടിയുമില്ല, ഒരു ബേജാറുമില്ല. കേരളക്കരയിലെ ചില സമ്മേളനങ്ങൾക്ക്, പ്രചരണ പ്രവർത്തനങ്ങൾക്ക് യുവാക്കൾ രംഗത്തിറങ്ങരുത് എന്ന സർക്കുലർ ഇറങ്ങിയ കാലമാണിത്. പക്ഷേ ഞങ്ങളുടെ നേതാക്കൾക്ക് ഈ ദഅവത്ത് ഞങ്ങളെ ഏൽപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ല. കാരണം ആ നേതാക്കൾ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞങ്ങളോടൊന്നും പറയാൻ കൽപ്പിച്ചിട്ടില്ല. ISMകാരോട് ഹുസൈൻ മടവൂരും CP ഉമർ സുല്ലമിയും EK അഹമ്മദ് കുട്ടി സാഹിബും അടങ്ങുന്ന KNM അഭ്യർത്ഥിച്ചത് ഇസ്ലാഹ് നടത്തണമെന്നാണ്, ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കണമെന്നാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും കസേരകൾക്ക് വേണ്ടി ഞങ്ങളെ ഈ നേതൃത്വം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, അങ്ങനെ ഈ നേതൃത്വം ഉപയോഗിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന്റെ വരുന്ന 2014 വരുന്ന മുജാഹിദ് സമ്മേളനത്തിന്റെ ദഅവാ പ്രവർത്തനവും പ്രചരണ പ്രവർത്തനവും ഈ പരാവാരത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ISM ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തിന് സമാപനം കുറിക്കുമ്പോ 1-2 വ്യക്തികൾക്ക്, കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ നേതൃനിരയിലിരിക്കുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ ഒരു പുരുഷായുസ് അധ്വാനിച്ച, കേരള നദുവത്തുൽ മുജാഹിദീന് 2.5 പതിറ്റാണ്ട് കാലം നേതൃത്വം നൽകിയ, ഇന്നിവിടെ കൂടിയിട്ടുള്ള പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. ആ പണ്ഡിതന്മാരുടെയൊക്കെ അധ്യാപകനായ KP മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു വലിയ, ഈ പ്രസ്ഥാനത്തെ സ്വന്തം മക്കളെ പോലെ, ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ISMനെയും MSMനെയും MGMനെയും സംരക്ഷിച്ചിരുന്ന മഹാനായ KP മുഹമ്മദ് മൗലവി, റഹ്മാനായ നാഥ, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. അതുപോലെ സഹോദരങ്ങളെ, ISMന്റെ ധീരമായ ഒരു നേതൃത്വം മഹാനായ KV മൂസ സുല്ലമി, അദ്ദേഹം ഈ സമ്മേളനത്തിന്റെ പ്രൗഢമായ ഒരു നേതൃത്വമാകുമായിരുന്നു ജീവിച്ചിരുന്നുവെങ്കിൽ. അദ്ദേഹം നമ്മളോട് ഇവിടെ പറഞ്ഞു, റഹ്മാനായ നാഥ, മൂസ സുല്ലമിയുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഒരുപാട് കാലം ISMന് ബുദ്ധിപരമായി നേതൃത്വം നൽകിയ, ഈ പ്രസ്ഥാനത്തിന് ഒരു ദിശാബോധം നൽകിയ
മഹാനായ അബൂബക്കർ കാരക്കുന്ന് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ വിദഗ്ധനായ കപ്പിത്താൻ ഏത് വിധത്തിൽ കാറ്റും കോളുമുള്ള കടലിൽ നിന്ന് കപ്പലിനെ നിയന്ത്രിച്ചു നിർത്തുന്നുവോ അതുപോലെ ഈ പ്രസ്ഥാനത്തെ നയിച്ചിരുന്ന ബഹുമാന്യനായ അബൂബക്കർ കാരക്കുന്ന്, പ്രിയപ്പെട്ട കാരക്കുന്ന് നമ്മളോടൊപ്പമില്ല. അല്ലാഹുവേ, കാരക്കുന്ന് അബൂബക്കർ കാരക്കുന്നിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെ. കെ മുഹമ്മദ് സുല്ലമി ഈ കാണുന്ന ഈ നേതൃനിരയിലിരിക്കുന്ന അതുപോലെ സദസ്സിലുള്ള ഒരുപാട് പ്രസ്ഥാന നേതാക്കൾക്ക് എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം എന്ന് പഠിപ്പിച്ചത് കെ ആയിരുന്നു. ISMന്റെ ദൗത്യം എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് കെ ആയിരുന്നു. ബഹുമാന്യനായ കെ മുഹമ്മദ് സുല്ലമി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് അവന്റെ അടുക്കിലേക്ക് തിരിച്ചുപോയി. സഹോദരൻ, അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെ. പരലോക ജീവിതം സമാധാന സമ്പൂർണ്ണമാക്കണം തമ്പുരാനെ. നമ്മളോടൊപ്പം ഇന്ന് ജലീൽ മാസ്റ്റർ ISMന്റെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിക്കുകയാണ്. ഒരുപക്ഷെ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ നേതൃനിരയെ പ്രഖ്യാപിക്കുമ്പോ പ്രഥമ നിരയിലുണ്ടാകുമായിരുന്ന ഒരു ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിക്കാവുന്ന തന്ത്രശാലിയായ ഒരു നേതാവ് നജീബ് പേരാമ്പ്ര കഴിഞ്ഞ പനമരം സമ്മേളനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഷഹീദായി. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെ. പരലോകത്ത് സ്വർഗത്തിൽ അദ്ദേഹത്തെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതുപോലെ സഹോദരങ്ങളെ, ഇന്നീ പ്രായം ചെന്ന നേതാക്കൾ ഇവിടെ ഇരിക്കുന്നു. ISMന്റെ മുൻ ഭാരവാഹികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ISMന്റെ മുൻ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ അൻസാരി, അദ്ദേഹം ആരോഗ്യം അനുവദിക്കുമായിരുന്നെങ്കിൽ ഈ സദസ്സിൽ വരുമായിരുന്നു, നമുക്ക് നേതൃത്വം നൽകുമായിരുന്നു. ISMന്റെ ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ കൊയിലാണ്ടിയിൽ തന്റെ രോഗം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കൊയിലാണ്ടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം രോഗശയ്യയിലാണ്. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ അൻസാരിയുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. അതുപോലെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുൻ ട്രഷറർ SM ഇബ്രാഹിം സാഹിബ് രോഗബാധിതനായിട്ട് കിടപ്പിലാണ്. അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹുവേ നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. ISMന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ സലാഹി ഈ സമ്മേളനത്തിന്റെ ഇടയിൽ രോഗബാധിതനായിട്ട് ഹോസ്പിറ്റലിലാണുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മരിച്ചുപോയ നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം നമ്മുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ സമാപന സമ്മേളനത്തിന്റെ സ്വാഗത ഭാഷണത്തിൽ ആദ്യമായി ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ISMന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രസിഡന്റും ഈ ISMന്റെ ദിശാബോധം നൽകിയ ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ കിനാലൂരാണ്. അദ്ദേഹത്തെ ഈ സമ്മേളന വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന്റെ പ്രസീഡിയം അലങ്കരിക്കുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും KNMന്റെയും ഇസ്ലാഹി സെന്ററുകളുടെയും നേതാക്കളായ PK മൊയ്തീൻ സുല്ലമി കുഴിപ്പുറം, അബ്ദുൽ അലി മദനി, ഡോക്ടർ ഇക്ബാൽ പക്രൂട്ടി സുല്ലമി കുനിയിൽ, P ഹഫീസുള്ള പാലക്കാട്, അബ്ദുൽ ജബ്ബാർ സാഹിബ് തൃശൂർ, കുഞ്ഞബ്ദുള്ള ഹാജി, ബാനോത്ത് അബൂബക്കർ ഹാജി തുടങ്ങിയ നേതാക്കൾക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ജമാൽ അംറാൻ അബു ഐമൻ, അദ്ദേഹത്തെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിൽ മുജാഹിദ് സമ്മേളന പ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ഉമർ സുല്ലമി ആണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ, അതുപോലെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ട്രഷറർ M സലാഹുദ്ദീൻ മദനി, KNMന്റെ സെക്രട്ടറി ഡോക്ടർ മുസ്തഫ ഫാറൂഖി, അതുപോലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ISMന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനുമായ K അബ്ദുൽ ഹസീബ് മദനി, MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാസിർ റണ്ടത്താണി, ISM സംസ്ഥാന ഭാരവാഹി മമ്മൂട്ടി മുസ്ലിയാർ തുടങ്ങിയ ആളുകൾക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പുതിയ 2013-15 വർഷത്തേക്കുള്ള ISMന്റെ നേതൃനിരയെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്നത് ISMന്റെ ജനറൽ സെക്രട്ടറിയും ഈ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനറുമായ NM അബ്ദുൽ ജലീൽ മാസ്റ്റർ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതോടൊപ്പം നേരത്തെ പ്രാർത്ഥനയിൽ പേര് പറയാൻ മറന്നുപോയിട്ടില്ല, എക്കാലത്തും സൗമ്യതയുടെ പ്രതീകവും കേരള രാഷ്ട്രീയത്തിലെ സത്യസന്ധതയുടെ പ്രതീകവുമായ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ AV അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ
തന്റെ ദാരിദ്ര്യവും തന്റെ രോഗപ്രയാസങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ഒരു യുവാവിന്റെ ധീരതയോടുകൂടി ഓടി നടന്ന ബഹുമാന്യനായ അമ്മാങ്കൊത്ത് അബൂബക്കർ മൗലവി, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി, ഓരോരുത്തരുടെയും വിശേഷണങ്ങൾ എടുത്തു പറയാൻ സമയം ഒരുപാട് അതിക്രമിക്കുമെന്നതുകൊണ്ടും അതോടൊപ്പം പറയാതെ തന്നെ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകന്മാരുടെ ഹൃദയങ്ങളിൽ ഓർമ്മ നിലനിൽക്കുന്ന നേതാക്കന്മാർ ഇവരെന്നതുകൊണ്ടും അല്ലാഹുവേ, ഈ നേതാക്കന്മാരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, മരിച്ചുപോയ ഞങ്ങളുടെ നേതാക്കളെയും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സമ്മേളനം അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലും ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂട്ടൽ ഒരു അനുഗ്രഹീതമായ സദസ്സാക്കി നീ മാറ്റണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുഴുവൻ ആളുകളെയും ഈ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രദേശത്തു നിന്നും ഈ സമ്മേളനം വീക്ഷിക്കുവാൻ, ISMനെ പിന്തുണ പ്രഖ്യാപിക്കുവാൻ, ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ഈ നാട്ടുകാർക്കും ഈ സമ്മേളന സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടി പറയട്ടെ, ഈ സമ്മേളനത്തിന് ഭാരവാഹികളെക്കാൾ അപ്പുറത്ത്, ഈ സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ ആളുകളെക്കാൾ അപ്പുറത്ത് ഈ സമ്മേളനം ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ വളണ്ടിയർമാർ സഹോദരങ്ങളെ, ISMന് ആ സഹോദരങ്ങൾക്കൊന്നും കൊടുക്കാനില്ല, ഭൗതികമായി ഒന്നും നൽകാനില്ല, പ്രാർത്ഥിക്കുവാൻ മാത്രമേ കഴിയൂ. ഇതിൽ സ്വർഗമുണ്ട്, പ്രതിഫലം തീർച്ചയാണ്, സത്യമാണ് നമ്മൾ ദഅവത്ത് നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വളണ്ടിയർമാരായ സഹോദരങ്ങളെ, നിങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി പരസ്യമായി ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, അത് മാത്രമാണ് പ്രതീക്ഷ. മഹാനായ യാസറിനോടും അമ്മാറിനോടും സുമയ്യത്തിനോടും റസൂലുള്ള പറഞ്ഞ അതേ വാക്ക്, നിങ്ങൾ ക്ഷമിക്കുക, സഹിക്കുക, അധ്വാനിക്കുക, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. തൗഹീദാണ് നമ്മുടെ കയ്യിൽ, സത്യമാണ് നമ്മുടെ കയ്യിൽ. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുഴുവൻ സഹോദരങ്ങളെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ ISMന്റെ സംസ്ഥാന അധ്യക്ഷൻ മുജീബ് റഹ്മാൻ കിനാലൂരിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരിത്ര മുഹൂർത്തത്തിലേക്ക് സ്നേഹാദരവോടെ ക്ഷണിച്ച് സ്വാഗത ഭാഷണം നിർവഹിച്ച ISM സംസ്ഥാന സാരഥി ഇസ്മായിൽ കരിയാടിന് പ്രത്യേക നന്ദി. ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കാൻ കേരളീയ മുസ്ലിം യുവതിയുടെ പ്രമുഖ ഭൂമികാകാരനും ഇതിഹാദ സഹോദരൻ മുജാഹിദ് സംസ്ഥാന അധ്യക്ഷനുമായ മുജീബ് റഹ്മാൻ കിനാലൂരിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ISMന് അടുത്ത കാലഘട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുതിയ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 2009 തൃശ്ശൂരിൽ നടന്ന ISMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വച്ചാണ് നിലവിലുള്ള സമിതി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സംഘടനയെ കുറേയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ് വിനയപൂർവ്വം അനുസ്മരിക്കാൻ സാധിക്കുന്നത്. ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിന്റെ മാതൃസംഘടനാ നേതാക്കൾക്കും ഈ മുന്നേറ്റത്തിന് പിന്തുണ നൽകിയ ബഹുമാന്യരായ സഹപ്രവർത്തകർക്കും കൃതജ്ഞത രേഖപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്.
ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ യുവജന പ്രസ്ഥാനമായ ISM 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രൗഢോജ്വലമായ കേരള യുവജന സമ്മേളനം അവസാനിക്കുകയാണ്. ഇസ്ലാമിന്റെ പവിത്രമായ സന്ദേശം കേരള ജനതയ്ക്ക് കൈമാറുകയും സാമൂഹിക പരിവർത്തനത്തിൽ നേതൃപരമായ പങ്കുവഹിക്കുകയും സമുദായത്തിന്റെ സർവതോമുഖമായ സമുദ്ധാരണം സാധ്യമാക്കുകയുമാണ് കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം. ആ ദൗത്യം സഫലമാക്കുന്നതിന് യൗവനം സമർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കായ കർമ്മഭട്ടന്മാരുടെ സംഘമാണ് ISM. യൗവനത്തിന്റെ പ്രസരിപ്പും കർമ്മോത്സുകതയും സമരസജ്ജതയും ഒരിക്കൽ കൂടി വിളംബരം ചെയ്തുകൊണ്ടാണ് വിശ്വാസവിശുദ്ധി സമർപ്പിത യൗവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ സമ്മേളനം ചരിത്രത്തിൽ ഇടം നേടുന്നത്. 1967 ISM രൂപീകരിക്കപ്പെട്ടത്. രൂപീകരണത്തിലൂടെ പ്രസ്ഥാന നായകന്മാർ മുന്നിൽ കണ്ട ലക്ഷ്യങ്ങൾ എന്താണോ അതുതന്നെയാണ് ഇന്നും എന്നും ISMൽ പൂർത്തീകരിക്കാറുള്ളത്. ഇസ്ലാമിന്റെ വിശുദ്ധ പാഠങ്ങളും മൗലികമായ ആദർശങ്ങളും അലംഘ്യവും കാലാതീതവുമാണ്. അതുകൊണ്ട് തന്നെ ISMന്റെ ആദർശത്തിലെ കാലവും മൗലികതയുടെ ശോഭ ഉണ്ടായിരിക്കും. എന്നാൽ 1967 ലോക സാഹചര്യമല്ല എന്നുള്ളത്. കാലത്തിന്റെ മാറ്റം സമൂഹത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനതയുടെ വീക്ഷാഗതികളിലും രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടിലും ശാസ്ത്ര സാങ്കേതിക മണ്ഡലങ്ങളിലും അനിതര സാധാരണമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സഫലീകരിക്കാനുള്ള നയങ്ങളിലും നിലപാടുകളിലും മാറ്റം അനിവാര്യമാണ്. സംവേദനത്തിന്റെ ഭാഷയിൽ മാറ്റം അനിവാര്യമാണ്. പ്രവർത്തനത്തിന്റെ ശൈലികളിലും സമീപനങ്ങളിലും മാറ്റം അനിവാര്യമാണ്. സ്വയം മാറ്റത്തെ ഉൾക്കൊള്ളാത്ത ഒരു കൂട്ടായ്മയ്ക്ക് ഒരിക്കലും ചരിത്രത്തെ മാറ്റിപ്പണിയാൻ സാധിക്കില്ലെന്ന് നാം മനസ്സിലാക്കണം. ആഗോളതലത്തിൽ തന്നെ അരനൂറ്റാണ്ടിനിടെ അധികാരഘടനയിൽ വൻ പരിവർത്തനങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കമ്മ്യൂണിസത്തിന്റെ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ആഗോള ശാക്തിക ചേരി അമ്പയെ തകർന്നുപോയി. ഈശ്വര നിഷേധവും കേവല യുക്തിവാദവും ആചാരമാക്കിയ ഭൗതികവാദ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ കാലത്തെ ചരിത്രത്തിൽ ഇടം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിരീശ്വര നിർമ്മതവാദം ഒരു സംവാദം പോലും അർഹിക്കാത്ത തരത്തിൽ അപ്രസക്തമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ISM ഏറ്റെടുത്തിരുന്ന ഈശ്വര നിഷേധവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ആശയപരമായ പോരാട്ടം ഇക്കാലത്ത് അത്ര അളവിൽ ആവശ്യമല്ലാതായി തീർന്നിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാനത്ത് ഇരിപ്പിടം നേടിയ മുതലാളിത്ത കേന്ദ്രീകൃത അധികാരഘടന നിരീശ്വര വിശ്വാസത്തിന്റെ സ്ഥാനത്ത് ആൾദൈവങ്ങളെയും കൾട്ട് ഫിഗറുകളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുതലാളിത്തത്തിന്റെ ഉപോൽപ്പന്നമായ കൺസ്യൂമറിസം മനുഷ്യ മനസ്സുകളിൽ നിന്ന് എല്ലാതരം വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും നിഷ്കാസനം ചെയ്യുകയും തൽസ്ഥാനത്ത് ആർത്തിയും ആസക്തിയും മോഹന ചിന്തകളും കുടിയിരുത്തുകയും ചെയ്തിരിക്കുന്നു. ഈശ്വര നിഷേധവുമായി ഒരു സംവാദമെങ്കിലും സാധ്യമായിരുന്നു. എന്നാൽ ഉപഭോഗ മുതലാളിത്തവുമായി ഒരു സംവാദം പോലും സാധ്യമല്ലെന്നതാണ് വാസ്തവം. ഈശ്വര നിഷേധത്തോടും ബഹുദൈവ വിശ്വാസത്തോടും ബുദ്ധിപരമായി എതിരിടാം. എന്നാൽ ആർത്തിയെ എങ്ങനെയാണ് ബുദ്ധിപരമായി നേരിടാനാവുക? ISM മനസ്സിരുത്തേണ്ട ഒരു പ്രധാന പ്രശ്നമാണിത്. ഇസ്ലാമിക ലോകത്തും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ദീർഘമായ പതിറ്റാണ്ടുകൾ ഏകാധിപതികളും സുൽത്താൻമാരും അധികാരം വേണ ജനാഭിലാഷങ്ങൾ തള്ളിക്കളയുകയും പൗരാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യപ്പെട്ട രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ തെരുവുകളിൽ കലഹം സൃഷ്ടിച്ച് ജനകീയ പോരാട്ടങ്ങളിലൂടെ തങ്ങളുടെ ഭാഗധേയം മാറ്റി എഴുതിയിരിക്കുന്നു. സ്വയം നിർണയിക്കാനുള്ള തങ്ങളുടെ അവകാശം പോരാട്ടത്തിലൂടെ അവർ നേടിയെടുത്തിരിക്കുന്നു. അക്രമത്തിനും അനീതിക്കും ഏകാധിപത്യത്തിനുമെതിരെ മുസ്ലിം യുവജനങ്ങൾ ആർത്തിരമ്പിയപ്പോൾ മതപ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് രാജ്യസേവ ചെയ്ത മുഫ്തിമാർ അപ്രസക്തമായി വാക്കപ്പെട്ടിരിക്കുന്നു. നീതിയും ന്യായവും നന്മയും മനുഷ്യാവകാശങ്ങളും വിളംബരം ചെയ്തിട്ടുള്ള ഇസ്ലാമിന്റെ ആത്മാവിനെ മൂടിവെച്ച് സ്വാർത്ഥംബരികളുടെ മൂടുതാങ്ങുന്ന മതയാഥാസ്ഥികതയാണ് ചെറുപ്പക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത്.
ഇസ്ലാമിക രാഷ്ട്രീയ സങ്കല്പവും പഴകിയ ഇസ്ലാമിക സാമൂഹിക സിദ്ധാന്തങ്ങളും പൊളിച്ചെഴുതപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം അല്ലാത്ത മുഴുവൻ ദർശനങ്ങളും മതേതര ജനാധിപത്യ രാഷ്ട്രീയ സിദ്ധാന്തവും പ്രയോഗരൂപങ്ങളും ജാഹിലിയത്തും അനിസ്ലാമികവുമാണെന്ന പഴഞ്ചൻ നിലപാട് തൂത്തുമാറ്റപ്പെട്ടിരിക്കുന്നു. തുനീഷ്യയിലും ഈജിപ്തിലും മൊറോക്കോയിലും ലിബിയയിലുമെല്ലാം അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച യുവജന പോരാട്ടത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതനിഷേധികളുമെല്ലാം ഉൾക്കൊള്ളുന്ന ബഹുകക്ഷിയായിരുന്നു. പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ബഹുകക്ഷി മുന്നണി എന്ന ആശയം വിജയകരമായി മുന്നേറിയിരിക്കുന്നു. വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സലഫി സംഘടനകൾ തങ്ങളുടെ നിലപാടുകളിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അറബ് വസന്തത്തിൽ പങ്കുചേർന്നിട്ടുള്ളത്. ഫാസിസത്തിനും തീവ്രവാദത്തിനുമെതിരെ മതേതര ജനാധിപത്യ കൂട്ടായ്മ സൃഷ്ടിക്കാൻ വേണ്ടി മുന്നിൽ നടന്ന ISM-ന് ബഹുകക്ഷി മുന്നണി എന്ന ആശയത്തിൽ ഒട്ടും പുതുമയില്ല. എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു മതേതര ബഹുമത സമൂഹത്തിൽ സഹവർത്തിത്വവും സാശ്രയപൂർണവുമായ അസ്തിത്വവും ആർജിക്കണമെങ്കിൽ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക സമൂഹം പുലർത്തിപ്പോരുന്ന വിശ്വാസ ആചാരപരമായ നിലപാടുകളിൽ പുനഃപരിശോധനകൾ വേണ്ടിവരും. ഇത് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും പൊതുമണ്ഡലത്തിൽ നിന്നും പിൻവാങ്ങുകയും സ്വകാര്യ തുരുത്തുകളിൽ അപ്രസക്തവും അനാവശ്യവുമായ വിഷയങ്ങളിൽ ഗുസ്തി പിടിക്കുകയും ചെയ്യുന്ന നവോത്ഥാന പാരമ്പര്യം പ്രസംഗിക്കുന്ന ഒരു കൂട്ടം ഇവിടെയുണ്ടെന്ന വർത്തമാനകാല യാഥാർത്ഥ്യം മനസ്സിൽ വെക്കണം. കേരളീയ മുസ്ലിം സമൂഹത്തെ ഒരു ബഹുസ്വര സമൂഹത്തെ അഭിമുഖീകരിക്കാൻ ശീലിപ്പിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, അതിന്റെ യുവജന വിഭാഗത്തിന് പണ്ടു പറഞ്ഞ പഴയ പാഠങ്ങളിൽ ചുരുങ്ങിക്കിടക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ മൗലിക സ്രോതസ്സിൽ നിന്ന് വെളിച്ചം കൊണ്ട് പുതിയ സാഹചര്യങ്ങൾക്ക് ചേരുന്ന പുതിയ സമീപനങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിലെ യുവജന സംഘടനകൾ ഹരിത രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ആരംഭിച്ചിരിക്കുന്നു. മുതലാളിത്ത ഭൗതികവാദത്തിന്റെ ലോകവീക്ഷണവും തെറ്റായ വികസന സങ്കല്പങ്ങളും ആവാസ വ്യവസ്ഥയിൽ സൃഷ്ടിച്ചുള്ള കനത്ത ആഘാതങ്ങളാണ് പ്രകൃതിയെക്കുറിച്ച് പുനരാലോചിക്കാൻ പ്രേരണയായി തീരുന്നത്. മുസ്ലിംകളാണ് ഇക്കാര്യത്തിൽ ഒന്നാമതായി ജാഗ്രത പുലർത്തേണ്ടത്. 1.5 പതിറ്റാണ്ട് മുമ്പേ ISM അവതരിപ്പിച്ച ഹരിത സമരത്തിന്റെ തുടർച്ചയായി പുതിയ പരിസ്ഥിതിവാദങ്ങളെ കാണാൻ സാധിക്കും. മനുഷ്യജീവിതം ഏറെ ദുസ്സഹമാക്കുകയും ജീവിക്കാനുള്ള മൗലികാവകാശം ലംഘിക്കുകയും ചെയ്യുന്ന പരിസ്ഥിതി വിരുദ്ധ രാഷ്ട്രീയ നയങ്ങളിലും ജീവിത ശൈലികളെയും പ്രതിരോധിക്കാൻ, അതിന്റെ മുന്നിൽ നടക്കാൻ ISM കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് വരേണ്ടതാണ്. അനീതിക്കെതിരെയുള്ള ഇസ്ലാമിക ദൗത്യത്തിന്റെ ഭാഗമാണത്. സമുദായത്തിനകത്ത് യാഥാസ്ഥികത ഇല്ലാതായിട്ടില്ല. പഴയ യാഥാസ്ഥികർ വിശ്വാസാചാരങ്ങളിൽ പഴയ അവസ്ഥയിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല. പുതിയ യാഥാസ്ഥിക സംഘങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ പ്രചാരണ രംഗങ്ങളിൽ കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളണം. പ്രബോധനത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം കൈവിടരുത്. ISM പോലുള്ള യുവജന പ്രസ്ഥാനം ഇസ്ലാമിക പ്രബോധന രംഗത്തെ സവിശേഷമാക്കുന്ന നയതന്ത്രജ്ഞതയും ഹിക്മത്തും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ഇസ്ലാമിന്റെ മൗലിക സന്ദേശം ഫലപ്രദമായി ജനങ്ങൾക്ക് നൽകുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, സമൂഹത്തിൽ നീതിയുടെ വാഹകരായി തീരുക. ഒരു ഇസ്ലാമിക സംഘടനയുടെ ദൗത്യം ഇങ്ങനെ സംഗ്രഹിക്കാൻ സാധിക്കും. ISM ഈ ദൗത്യത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകും. അപസ്വരങ്ങളെ നമുക്ക് അവഗണിച്ചു തള്ളാം. ഈ ദൗത്യ നിർവഹണത്തിന് പക്ഷേ പഴയ രീതികളും പഴകിയ ശൈലികളും സമീപനങ്ങളും മതിയാകില്ല. നമുക്ക് പുതുക്കിയ അജണ്ടകൾ വേണം. പരിഷ്കരിച്ച നയങ്ങളും കാലോചിതമായ നിലപാടുകളും വേണം. 1967 നയനിലപാടുകളും ശൈലീ സമീപനങ്ങളും പ്രവർത്തന പദ്ധതികളുമായി 2002 സാമൂഹിക പ്രവർത്തനത്തിൽ ഇറങ്ങാൻ തുനിഞ്ഞാൽ അത് പരിഹാസ്യമായിരിക്കും. നവസാങ്കേതിക വിദ്യയും നവസാമൂഹിക പ്രവർത്തനവും ശ്രദ്ധിച്ചു പഠിച്ച് ചുവരേറ്റുകൾ വായിച്ച് നമുക്ക് മുന്നോട്ട് നോക്കി നടക്കാം. പുതിയ പ്രഭാതങ്ങൾ സ്വപ്നം കാണാം. വലിയ സ്വപ്നമുള്ളവർക്ക് മാത്രമേ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമ്മേളനം വിശ്വാസവിശ്വസ്തി സമർപ്പിത യൗവനം എന്ന പേരിൽ നാം നടത്തിയിട്ടുള്ള ISM-ന്റെ ചരിത്രത്തിലെ ഐതിഹാസികമായ സമ്മേളനം മുന്നോട്ടുള്ള കുതിപ്പുകൾക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ലഘുഭാഷണം അവസാനിപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സമ്മേളനവും മറ്റെല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആസുരമായ ആധുനിക സമകാലിക ലോകത്തെ അപഗ്രഹിച്ച്
ISMന്റെ സമകാലിക നയനിലപാടുകളിലേക്ക് വിരൽ ചൂണ്ടി ആശയസമ്പന്നമായ അധ്യക്ഷ ഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ മുജീബുർ റഹ്മാൻ കിനാവിന് പ്രത്യേക നന്ദി. സമാപന വേദിയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ISM ഭാരവാഹികളുടെ പ്രഖ്യാപനം നിർവഹിക്കാൻ ബഹുമാനനായ കേരള മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി റിട്ടേണിംഗ് ഓഫീസറുമായ PT ബിനാസിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നലെ ISMന്റെ സംസ്ഥാന കൗൺസിൽ ചേരുകയും 2013 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹികളെ കൗൺസിൽ യോഗം തെരഞ്ഞെടുക്കുകയും ചെയ്തു. തദടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ വിവരങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. സർവശക്തനായ രക്ഷിതാവ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISMനെ മാതൃകാപരമായി, ധീരമായി, ആത്മാർത്ഥത നിറഞ്ഞ മനസ്സുകളോടുകൂടി നയിക്കാൻ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രസിഡന്റായി UP യഹ്യ ഖാൻ, ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കുരിയാട്, ട്രഷറർ അബ്ദുസലാം മുട്ടിൽ, വൈസ് പ്രസിഡന്റുമാർ ജാഫർ വാണിമേൽ, മൻസൂർ അലി ചമ്മാട്, ജാബിർ റഹ്മാനി, മമ്മൂട്ടി മുസ്ലിയാർ, സെക്രട്ടറിമാർ ഷുക്കൂർ കോണിക്കൽ, ഫൈസൽ നന്മണ്ട, ഡോക്ടർ ലബീബ് അരീക്കോട്, ഡോക്ടർ ഫുക്കാർ അലി, PK അബ്ദുൽ ജലീൽ വദായി, അബ്ദുൽ ഖാദർ കടവനാട്, ഹിജാസ് സിറ്റി, ഷമീർ കായംകുളം. 8 സെക്രട്ടറിമാരാണുള്ളത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നൌഷാദ് കുറ്റിയാടി, വീരാപ്പു അൻസാരി. ഇത്രയും ആളുകളാണ് അടുത്ത 3 വർഷക്കാലം നമ്മുടെ യുവജന വിഭാഗമായ ISMന്റെ സാരഥികൾ. കരുണാവാരിധിയായ രക്ഷിതാവ് ഈ പ്രസ്ഥാനത്തിന്റെ മുമ്പോട്ടുള്ള ഗമനത്തിൽ ധീരമായി, സത്യസന്ധമായി നയിക്കാൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദർശത്തിന്റെ അധികാരത്തിലും കാലത്തിന്റെ ഉന്നതിയിലും വിശ്വാസവിശുദ്ധിയുടെ ധന്യതയിലും സമർപ്പിത യുവനത്തിന് പുതിയ ചിത്രം ചമയ്ക്കുന്നു. പ്രകാശം നിർമ്മിക്കാൻ ബഹുമാനനായ UP ISM സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ സ്നേഹാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കരുത്തരായ
കർമ്മഭടന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് വെളിച്ചമേകിയിട്ടുള്ള മുസ്ലിം സമുദായത്തിന് ഇരുട്ടറകളിൽ നിന്നും പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൈവിരിച്ചു ഉയർത്തിയിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISMനെ പുതിയ കാലഘട്ടത്തിൽ അതിന്റെ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തിന് നേതൃത്വം നൽകുവാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. വ്യക്തമായ ബോധമുണ്ട് ഈ പുതിയ തലമുറ പഴയ മഹാന്മാരുടെയും പ്രഗത്ഭരായ ആളുകളുടെയും സ്ഥാനത്തിരിക്കുവാൻ അതിനുമാത്രം യോഗ്യതയുള്ളവരല്ല എന്ന് തിരിച്ചറിവുണ്ട്. പക്ഷേ ആത്മാർത്ഥതയും പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞ കാല പാതയും മുമ്പിലുണ്ട് എന്ന ആശ്വാസമാണ് ഈ സമയത്ത് തുണയാകുന്നത്. ഈ കൂടിയിരിക്കുന്ന ജനസംഖ്യയും ഏറ്റെടുത്തിട്ടുള്ള പുതിയ ഭാരവാഹികൾക്ക് സകലമാന തൗഫീഖിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാണ് പുതിയ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത്, അഭ്യർത്ഥിക്കുവാനുള്ളത്. പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ യുവജന മുന്നണിയായി കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക നവോമണ്ഡലങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ ഇൻഷാ അല്ലാഹ് ISM അതിന്റെ പരമാവധി ശക്തിയും ആർജവും ഊർജവും കൈമുതലാക്കി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടരാടുവാൻ സന്നദ്ധമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും സഹായവും പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് സാമൂഹ്യ സ്പന്ദനത്തിന്റെ തുടിപ്പുകളേറ്റുവാങ്ങി യുവത്വത്തിന്റെ ഊക്കം ഊർജവുമായി ISM മുന്നേറും. പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ ISM സംസ്ഥാന അധ്യക്ഷൻ UP എലിയാക്കാണ് പ്രത്യേക നന്ദി. This is the moment of glory in the history of Independent Somali Mujahideen. In this concluding session, we are impressed with the presence of our very special distinguished chief guest, Sheikh Muhammad Jamal Umran Abu Ayman. He is from Australia. He studied under many famous sheikhs such as Sheikh Ibn Baz, Sheikh Nasiruddin Albani, Sheikh Muhammad Mukhtar. He is the Amir and founder of the Ahl Sunnah wal Jama'ah Association at Australia. He was graduated from the Islamic University of Al-Madinah 30 years ago. He was then sent to Fiji and then Australia for the purpose of Da'wah. He is the director of Islamic Propagation Center at Australia. We are eagerly waiting for his insightful words. With immense pleasure, ISM cordially invite Sheikh Muhammad Jamal Umran Abu Ayman to address and inaugurate the massive gathering and the conference. Assalamu alaikum wa rahmatullahi wa barakatuh. Before I start, I want everyone here who can hear me to refresh himself by saying Allahu Akbar wa lillahi alhamd. I don't see it, hear it. Say it again. That's how I like to hear it. So refresh your mind, have some relaxation by the dhikr of Allah subhanahu wa ta'ala. My dear brothers and sisters, my dear elders, honored guests, every Muslim and non-Muslim
in behalf of your organization, I welcome you all. And in behalf of myself and my people and Ahl Sunnah wal Jama'ah around the world altogether, we say to the youth, Jazakumullah khairan for this meeting and this conference. Really, it is a great effort. And we hope every one of us go home with a special benefit from this conference. And if you take only one little benefit and practice it at home with your family and at work with your colleagues, you will do a great job of da'wah for the sake of Allah subhanahu wa ta'ala. I was preparing myself to speak in Arabic because first and foremost, it is the language of Islam. And no speech whatsoever can pass the message of Al-Quran better than the language of Al-Quran. So I am going to deliver it in Arabic, inshallah, and my dear special friend and brother Yahya, he will translate to your language. But I say these words in English, and I hope many of you understand English, even though it's a foreign language for every one of us, but it is a communicating language anyhow. Yes, I am from Australia, but I belong to a great chain, and that chain is the chain of Islam. Doesn't matter from where you are, you belong to one ummah and one nation. If you are from the Middle East or from India or Europe or anywhere, and look at our guests and you see some of them coming from Europe, some of them coming from Arabs, some of them coming from India, but all united under the flag of Islam, under the flag of the Prophet Muhammad sallallahu alayhi wa sallam. And this is what we should always think about. And this is my message to you in English. Always think about that first and second and third and 10th you are a Muslim, and after that you are something else. Your nationality first and foremost is Islam, and your brotherhood and your relation with the people build on that relation. Who's your brother, who's your friend, is the one who relates to you in Islam. And this is how Allah subhanahu wa ta'ala called us, as he said in Surah Al-Hajj, هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم. And that's our base of talk tonight, inshallah ta'ala. Alhamdulillah Rabbil Alameen. Al-Islam كلمة جمعت فيها كل معاني الخير والحب والوفاء. فدين الإسلام قام على تعظيم أمرين اثنين: حرمة الدماء
وحرمة الإشراك بالله سبحانه وتعالى. ولهذا جعل الله سبحانه وتعالى ذنبين من أعظم الذنوب التي أول ما يحاسب عليها في الآخرة هي هذه الذنوب. أولها الشرك، فالله يقول إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء. فالشرك أمره عظيم لأنه خالف قواعد العدل وقواعد الخلق السليم. فالذي خلقك والذي رزقك والذي أعطاك والذي أعطاك البصر والسمع هو أولى من يعبد، ولا يستحق العبادة غيره أبدا، ولا يستحق لكل أي أحد أن يشرك به شيئا. ولهذا فمن أشرك مع الله شيئا كان خلقا من خلقه من البشر أو من الشجر أو من الحجر أو من البقر أو من أي شيء، كان آثما إثما عظيما ومجرما جرما كبيرا في جناب الله سبحانه وتعالى. فالله لا يغفره بل يدخله في جهنم ويجعل له في هذه الدنيا حياة ضيقة عفينة. والله يقول ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. الأمر الثاني هو أمر الدماء، وكما جاء في الحديث الصحيح عنه صلوات الله وسلامه عليه أن أول ما يقضى به بين الناس يوم القيامة في الدماء، فمن سلم منها فهو فيما سواها أسلم. فدماء البشر شيء عظيم، والنبي صلى الله عليه وسلم كما أشار ربنا إشارة صحيحة سليمة إلى هذا الموضوع: من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا، ومن أحياها فكأنما أحيا الناس جميعا. والرسول صلى الله عليه وسلم بين لنا أهمية المحافظة على الدماء، وقال لا يحل دم امرئ مؤمن ولا مسلم إلا بإحدى ثلاث: النفس بالنفس والثيب الزاني والمفارق لدينه التارك للجماعة. هذه الثلاثة التي تبيح دم امرئ مسلم. والله كرم بني آدم وخلقهم خلقا سويا كريما، وحافظ عليهم أشد المحافظة، وأمر المسلم بالمحافظة على هذا الإنسان لأنه هو الخليفة في الأرض. ولكن هي العادة التي لم ينجو منها أحد، عادة من خالفك وعاداك. أتذكر في هذا المقام سيد الأولين والآخرين محمد صلوات الله وسلامه عليه عندما بدأ الوحي يأتيه وذهب مع أم المؤمنين خديجة رضي الله عنها إلى ورقة رحمه الله
ورضي عنه، فقال له: ليتني فيها جذعا حين يخرجك قومك. واندهش النبي صلى الله عليه وسلم: يخرجني قومي وأنا الذي يسمونني الأمين، أنا المحبوب بينهم، أنا أعز شباب قريش. قال: ما أتى أحد بمثل ما جئت به إلا عودي. لماذا عودي؟ لأنه جاء بالحق، والنفوس لا تحب الحق إلا مرغمة عليه. فهؤلاء الذين يهاجمون الإسلام ويقولون الإسلام دين الإرهاب، الإسلام لم ينشر إلا بالسيف، الإسلام جاء لإباحة دماء الناس، هؤلاء أشد الناس جهلا بالإسلام وأبعد الناس عن حقيقة الإسلام. وللأسف هناك من يقع في بعض الأخطاء وربما كان مدفوعا من قبل هؤلاء ليقع فيها، وظلم هؤلاء يوقع الناس في الأخطاء أحيانا. ولكن نقول لهم ولهؤلاء وغيرهم، بل ونقول للمسلمين الذين ربما صدقوا مثل هذه الترهات: ارجعوا إلى تاريخكم وانظروا، هل انتشر الإسلام فعلا بالإرهاب؟ هل الإسلام هو دين الإرهاب؟ ويكفيكم أحبتي في الهند أن تنظروا إلى تاريخ الهند، انظروا إلى ما صنع المسلمون عندما دخلوا الهند، وما صنع غيرهم من الأوروبيين عندما دخلوا الهند، لتعرفوا الفرق بين دين الحق لماذا يأتي إلى الهند وبين دين الباطل الذي لا يأتي إلا للإفساد والإذلال للناس بل وللأرض. هؤلاء هم أحق الناس بأن يوصفوا بالإرهاب. لا أريد أن أطيل عليكم، أقول لكم جزاكم الله خيرا على صبركم علينا كل هذا الوقت، وبارك الله فيكم، والسلام عليكم ورحمة الله وبركاته. وقولوا التصفيق للنساء فقط، قولوا الله أكبر ولله الحمد. Express our immense gratitude and extreme pleasure to our very beloved inaugurator, Sheikh Muhammad Jamal Umran Abu Aidan from Australia, for his informative, impressive, thought-provoking words and his exemplary rhetoric ownership. ഈ പ്രഭാഷണത്തിന്റെ സംഗ്രഹ നിർവഹണം മഹാരാജാസ് കോളേജ് അധ്യാപകനായ UP ഇന്ദിരാഗാന്ധിയെ സ്നേഹാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഏറെ സന്തോഷമുണ്ട് ഈ വലിയ ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കുവാൻ. ഞങ്ങൾ വിദേശത്തു നിന്ന് വന്ന പ്രതിനിധികൾ ഇതുപോലെയുള്ള സംഗമങ്ങളിൽ ഏറെ സന്തോഷിക്കുന്ന ആളുകളാണ്. ഞാൻ ആസ്ട്രേലിയക്കാരനാണ്. ഞാൻ ആസ്ട്രേലിയക്കാരനായ പൗരനാണെങ്കിലും ഏത് രാജ്യക്കാരെയും ഒരുമിപ്പിക്കുന്ന ഒരു കണ്ണി, ഒരു ചങ്ങല നമുക്കിടയിലുണ്ട്. അത് ആദർശത്തിന്റെ സാഹോദര്യമാണ്. ഒന്നാമതായി ആ സാഹോദര്യത്തിന്റെ ഐഡന്റിറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജ്ജിൽ അല്ലാഹു തആല ഹുവ സമ്മാകുമുൽ മുസ്ലിമൂൻ എന്ന് നമ്മെ
നമ്മെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്തതുപോലെ ജനങ്ങൾക്ക് ശുഹദാക്കളാകുവാൻ, സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടി ഏറെ സങ്കീർണമായ കാലഘട്ടത്തിൽ നന്മയുടെ വാഹകരായിക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ദുനിയാവിലേക്ക് നമ്മെ നിയോഗിച്ചിട്ടുള്ളത്. നമ്മൾ അവന്റെ ഖലീഫമാരാകുന്നു. വിശുദ്ധ ഇസ്ലാം എല്ലാ നന്മയുടെയും സമാഹാരമാണ്. എല്ലാ തിന്മയെയും, അനാശ്വാസത്തെയും അനാവശ്യത്തെയും ഇസ്ലാം വെറുക്കുന്നു. ഏറ്റവും സുപ്രധാനമായി ഇസ്ലാം വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ അന്ത്യത്തിൽ, മരണാനന്തരമുള്ള ജീവിതത്തിൽ വിചാരണയ്ക്ക് വിധേയനാക്കുമ്പോൾ സുപ്രധാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന രണ്ടു കാര്യങ്ങളുണ്ട്. അതിലേറ്റവും സുപ്രധാനമായത് ഒന്നാമത്തേത് ശിർക്കാകുന്നു. പ്രപഞ്ചത്തിന്റെ നാഥനും സംവിധായകനും സംരക്ഷകനുമായിട്ടുള്ള രാജാതിരാജനായ ഏകദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഭൂമിയിലെ അവന്റെ സൃഷ്ടാക്കളെയും അവന്റെ സൃഷ്ടികളെയും ഭൂമിയിലെ ഇതര ജീവജാലങ്ങളെയും മനുഷ്യൻ ആരാധിക്കുന്നത് അവന്റെ സൃഷ്ടാവിനോടുള്ള നന്ദികേടാണ്. ആ നന്ദികേടാണ് ദൈവത്തിന്റെ കണ്ണിൽ, അല്ലാഹുവിന്റെ കണ്ണിൽ ഏറ്റവും വലിയ തിന്മ. അതുകൊണ്ട് തന്നെ ആ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുവാൻ പ്രപഞ്ചത്തിന്റെ നാഥനായ, നമുക്ക് ജീവവായു നൽകുന്ന ഏകാധിരാജനായ അല്ലാഹുവിനെ വണങ്ങുവാൻ മനുഷ്യർ മുന്നോട്ട് വരണം. ആ വണക്കത്തിന് വിധേയരാകാത്ത ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗ. പടച്ചതമ്പുരാന്റെ ഉത്ബോധനങ്ങളെ കുറിച്ച് വിസ്മരിക്കുന്ന, വിരക്തി കാണിക്കുന്ന ആളുകൾക്ക് കുബുസായ അസമാധാനത്തിന്റെ ജീവിതമാണ് അല്ലാഹു പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് അധിഷ്ഠിതമായി ശിർക്കിൽ നിന്ന് മുക്തമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമ്മളൊക്കെ സന്നദ്ധരാവുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. രണ്ടാമതായി അല്ലാഹു ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം മനുഷ്യ രക്തത്തെക്കുറിച്ചാകുന്നു. രക്തം പവിത്രമാണ്. വിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ രക്തത്തിന് പവിത്രത കൽപ്പിക്കുന്നു. ഏത് കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചാലും ഇസ്ലാമിക ചരിത്രത്തിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും മനുഷ്യ രക്തത്തിനും പവിത്രത നൽകിയതായി കാണുവാൻ സാധിക്കുന്നു. ഖുർആനിൽ അല്ലാഹു തആല അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലും മനുഷ്യ രക്തത്തിന്റെ പവിത്രതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമിന്റെ പവിത്രമായിട്ടുള്ള ആദർശങ്ങൾ ആളുകൾക്കിടയിൽ പ്രബോധനം നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഏത് പ്രതിസന്ധിയിലും ഇസ്ലാമിക സന്ദേശം, അത് നന്മയുടെ സന്ദേശം, ആ നന്മയുടെ സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ നമ്മൾ ആത്മാർത്ഥത കാണിക്കണം. അവിടെ പ്രയാസങ്ങളുണ്ടാകും. പ്രവാചകൻ തിരുമേനി വഹി ലഭിച്ച അതിന്റെ ഉടനെ തന്നെ പ്രവാചക പത്നിയുടെ കൽപ്പന പ്രകാരം പ്രവാചകൻ തിരുമേനി വറഖത്ത് ഇബ്നു നൗഫലിനെ സമീപിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം നമ്മളൊക്കെ ഓർക്കേണ്ടതുണ്ട്. ഇത് താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് വന്നെത്തിയിട്ടുള്ള ദൂതൻ ജിബ്രീലാകുന്നു. താങ്കൾ അല്ലാഹു തആല പ്രവാചകനായി ഈ ലോകത്തിന്റെ വഴികാട്ടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ സധൈര്യം മുന്നേറുക. താങ്കളെ എങ്ങാനും ഈ സന്ദേശവുമായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ താങ്കൾക്ക് പിന്തുണയുമായി ഞാനുണ്ടാകുമായിരുന്നു. താങ്കളുടെ സമൂഹം താങ്കളെ അവരിൽ നിന്നും പുറത്താക്കുന്ന സന്ദർഭത്തിൽ എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ ഉപദേശിക്കുകയുണ്ടായി. അതായത് ഈ സത്യസന്ദേശം ഉപദേശിക്കുമ്പോൾ എതിർപ്പുകളുണ്ടാകാം, ശത്രുതയുണ്ടാകാം. പക്ഷേ സ്നേഹത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ, ബഹുമാനത്തോടുകൂടെ ഇസ്ലാമികമായ സന്ദേശം, മനുഷ്യത്വത്തിന്റെ സന്ദേശം, നന്മയുടെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നന്മയുടെ വാഹകരാകുവാൻ ബാധ്യതയുള്ളവരാകുന്ന മുസ്ലിങ്ങൾ. ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന് പ്രചരിപ്പിക്കുന്ന ദുശക്തികളുണ്ട്. അവർ ഇസ്ലാമിന്റെ ചരിത്രവും ഇസ്ലാമിക അധ്യാപനങ്ങളും അല്പം പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളാണ്. ഇസ്ലാം സമാധാനത്തിന്റെ വാക്കാകുന്നു, സമാധാനത്തിന്റെ മതമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സമാധാനപൂർവ്വം ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യക്കാരനായ
മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുവാനും ഇസ്ലാമിന്റെ തനതായ സന്ദേശവും സത്യസന്ദേശവും നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കുവാനും നിങ്ങൾ ആർജവം കാണിക്കണം, ആത്മാർത്ഥത കാണിക്കണം. സർവശക്തനായ നാഥൻ നിങ്ങളെ തുണയ്ക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണ സംഗ്രഹം നിർവഹിച്ച ബഹുമാന്യനായ ഐഎസ്എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷനും എറണാകുളം മഹാരാജാസ് കോളേജ് പ്രൊഫസറുമായ മദനിക്ക് അടുത്തിറങ്ങി മുജാഹിദ് സംസ്ഥാന സമ്മേളന പ്രഖ്യാപനം നിർവഹിക്കാൻ ബഹുമാന്യനായ കേരള നഗരത്തിൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ഉമർ സലീമിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وآله وأزواجه وذرياته وصحبه وأتباعه وبارك عليهم وسلم تسليما. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാനായ അധ്യക്ഷനെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഇസ്ലാഹി പ്രവർത്തകന്മാരായ സഹപ്രവർത്തകന്മാരെ, സഹോദരികളെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കേരളത്തിലെ ആദ്യത്തെ യുവജന പ്രസ്ഥാനമായ ISMന്റെ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ അടുത്ത മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നിർവഹിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഭൂമികത്വ മനുഷ്യവർഗത്തിന് മുമ്പ് തന്നെ സത്യസന്ദേശത്തിന്റെ വാഹകരായി പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രവാചകന്മാരുടെ ആ ദൗത്യം നിർവഹിക്കപ്പെട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ തന്റെ ദൗത്യം നിർവഹിച്ചു എന്ന് സമൂഹത്തെ അറിയിക്കുകയും ഇനി ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സലഫുസ് സാലിഹ്യങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅ അവിടെ ദൗത്യം നിർവഹിച്ചു വന്നു. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ആ സന്ദേശം എത്തി. കേരളത്തിലും അതിന്റെ അലറികൾ വന്നു. പണ്ഡിതന്മാരും ഉമറാക്കളും പ്രബോധകന്മാരും ആ കർത്തം നിർവഹിച്ചു വന്നത് അവരുടെ വ്യക്തിപരമായ ഗുരുശിഷ്യ ബന്ധത്തിലൂടെയായിരുന്നു, സംഘടനകളിലൂടെയായിരുന്നില്ല. പക്ഷേ ഇന്ന് സംഘടനയുടെ കാലഘട്ടമാണ്. കേരളത്തിൽ ഒരു ബഹുജന പ്രസ്ഥാനമായി ഐക്യസംഘത്തിലൂടെയാണ് സംഘടനാ രംഗത്തേക്ക് ആദ്യമായി കടന്നു വന്നത്. ആ ഐക്യസംഘത്തിന്റെ 90ാം വാർഷികമാണ് മാസം മുമ്പ് നാം അതിന്റെ ഈറ്റില്ലമായ കൊടുങ്ങല്ലൂരിൽ ഐക്യവിലാസത്തിൽ നടത്തിയത്. അതിനുശേഷം പിന്നീട് ഈ പ്രബോധന കർത്തവ്യം നിർവഹിക്കുവാൻ വിവിധ മേഖലകളിൽ വിവിധ സംഘടനകൾ നിലവിൽ വന്നു. കേരള ജംഇയ്യത്തുൽ ഉലമയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ആദ്യമായി പണ്ഡിതന്മാർക്കായി രൂപീകരിക്കപ്പെട്ട സംഘടന. അതിനുശേഷം കേരള നദവത്തുൽ മുജാഹിദീൻ, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ, ISM, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, MSM, അതേപ്രകാരം MGM, ഇങ്ങനെയുള്ള സംഘടനകളുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വന്നു. അതിന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ വെച്ച് മുജാഹിദ് സമ്മേളനമായി നടത്തുകയും ചെയ്തു. അങ്ങനെ 7 മുജാഹിദ് സംഘ സമ്മേളനങ്ങൾ ഇതിനിടയ്ക്ക് 7 സ്ഥലങ്ങളിൽ വെച്ച് നാം നടത്തിയിട്ടുണ്ട്. ഇതില് അവസാനമായി മുജാഹിദ് പ്രസ്ഥാനം ആദർശപരമായും പ്രവർത്തന രംഗത്ത് തളർന്നു വന്നപ്പോൾ ആ തളർച്ചയ്ക്ക് നിവാരണമെന്നാണ് അതിന് യുവാക്കളുടെ സംഘടന ആദ്യമായി മതരംഗത്ത് പ്രബോധന രംഗത്തുണ്ടാക്കിയത് ISM. അതുകൊണ്ട് തന്നെ KNMന്റെ ആ ക്ഷീണം, പ്രബോധന രംഗത്തുള്ള ആ തളർച്ച ഈ ISMന്റെ രൂപകൽപ്പനയോടുകൂടി അത് നേടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു വന്നു. അതിന്റെ ആ ശക്തിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മർഹൂം KP മുഹമ്മദ് മൗലവിന്റെ 4 നൂറ്റാണ്ടിന്റെ നേതൃത്വത്തിലുള്ള ആ ശക്തിയായ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അറിയപ്പെട്ട, എല്ലാവരും അംഗീകരിച്ച ഒരു പ്രസ്ഥാനമായി മാറി. എന്താണ് കേരളത്തിൽ മുജാഹിദുകളുടെ അഭിപ്രായം, അവരുടെ വിഷയം എന്താണ് എന്ന് എല്ലാവരും അത് മനസ്സിലാക്കുവാൻ, ചിന്തിക്കുവാൻ തുടങ്ങി. നിർഭാഗ്യവശാൽ
മരുന്ന് കേന്ദ്ര മുഹമ്മദ് വലി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഇവിടെ വാങ്ങി. അതിനുശേഷം ആ പിൻഗാമികളായി വന്നവർ കേരള നേതൃത്വത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ഷൂറയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതൃത്വം കേരള നേതൃത്വ മുജാഹിദിനുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവിഹിതമായും അനംഗീകൃതമായും തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വം അവർക്കൊരു ഭീഷണിയായി മാറിയത് ഇത്തിഹാദ് ശുബാൽ മുജാഹിദ് ISM ആയിരുന്നു. ആ ISMനോട് ഭയങ്കര ക്രൂരമായ ഒരു പെരുമാറുകയും 35 വർഷത്തെ പഴക്കമുള്ള 35,000 പ്രവർത്തകന്മാരടങ്ങിയ ആ ISMനെ അവർ ക്രൂരമായി പിരിച്ചുവിട്ടു. പക്ഷേ ആ പിരിച്ചുവിട്ടത് കൊണ്ട് ഈ തൗഹീദ് പ്രസ്ഥാനം തടഞ്ഞു പോയിട്ടില്ല എന്നതാണ് ഈ മഹാസമ്മേളനം വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ഇസ്ലാഹി സംഘടനകളുടെ വിവിധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നാനാഭാഗത്തുമുണ്ടായി. ജമിയത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം കൊടുങ്ങല്ലൂർ വെച്ച് നടന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപ്രകാരം തന്നെ MGMന്റെ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. അതേപ്രകാരം MSMന്റെ സമ്മേളനം എറണാകുളം വെച്ച് നടന്നു. ഇതാ ISMന്റെ സമ്മേളനം ISMന്റെ ഈറ്റില്ലമായ പാലക്കാട് വെച്ച് തന്നെ സമാപിക്കാൻ പോവുകയാണ്. ഈ സമ്മേളനങ്ങളെല്ലാം നടന്നു. ഇനി ഈ സംഘടനകളുടെ എല്ലാം ഒന്നുചേർന്നുള്ള മുജാഹിദ് സമ്മേളനമാണ് ബാക്കിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത കൊല്ലം നടക്കാനിരിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ആദ്യമായി മുജാഹിദ് സമ്മേളനം എന്ന പേരിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് 79 പുളിക്കൽ വെച്ചായിരുന്നു. അതിനുശേഷം 82 ഫറൂഖ് വെച്ച് മുജാഹിദ് സമ്മേളനം നടന്നു. അതിനുശേഷം 87 കുറ്റിപ്പുറത്ത് വെച്ച് മുജാഹിദ് സമ്മേളനം നടന്നു. അതിനുശേഷം 92 പാലക്കാട് വെച്ച് മുജാഹിദ് സമ്മേളനം നടന്നു. പിന്നീട് 97 കണ്ണൂരിലെ രാത്രയിലാണ് മുജാഹിദ് സമ്മേളനം നടന്നത്. അതിനുശേഷം 2002 കോഴിക്കോട് വെച്ച് മുജാഹിദ് സമ്മേളനം നടന്നു. 2007 അവസാനമായി വയനാട് വെച്ച് മുജാഹിദ് സമ്മേളനം നടന്നു. ഈ മുജാഹിദ് സമ്മേളനങ്ങളിലൂടെയാണ് എന്താണ് മുജാഹിദുകൾ, എന്താണ് ആദർശം ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനും മുജാഹിദുകളെ അവഹേളിക്കുവാനും എന്താണ് മുജാഹിദുകൾ ആദർശമെന്ന് വ്യക്തമാക്കാൻ സാധിക്കാത്ത വിധത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തളർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു. എന്നിട്ട് ഞങ്ങളുടെ കയ്യിലാണ് മുജാഹിദ് ഓഫീസ്, ഞങ്ങളുടെ കയ്യിലാണ് മുജാഹിദിന്റെ ഔദ്യോഗികം, ഞങ്ങളുടെ കയ്യിലാണ് മുജാഹിദിന്റെ സീൽ എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾക്ക് അവമാനമായ പ്രവർത്തനങ്ങൾ നിരവധിയായ ഒരു സമൂഹം അതാ അവരുടെ മുജാഹിദ് സമ്മേളനം എന്ന പേരിൽ സമ്മേളനം നടക്കുമ്പോയില്ലേ എന്ന് അള്ളാഹുവിന് മാത്രം അറിയാം. എന്നാൽ ഈ കയ്യേറ്റം, ഈ അധിനിവേശം ഉണ്ടായപ്പോൾ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് എന്താണ് തൗഹീദിന്റെ ആദർശം എന്നുള്ളത് ഇവിടെ പിടിച്ചു വെക്കാൻ സാധിക്കുകയും അതിൽ നിന്ന് ജനങ്ങൾ ആരാണ് കേരളത്തിലെ മുജാഹിദ് ആദർശക്കാർ എന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതെ, അതിക്രമം കയ്യേറ്റമുണ്ടായാൽ രക്ഷാനടപടികൾ സ്വീകരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞ മുജാഹിദുകളുടെ സ്വഭാവമായി എണ്ണി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്തിഹാദ് ശുബായിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കയ്യേറ്റമുണ്ടായപ്പോൾ തികച്ചും അത് പിടിച്ചു നിൽക്കുവാൻ അതിനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി അതിൽ നടപടികൾ നാം സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നിലനിൽക്കുകയും ചെയ്തു. ഇന്ന് ഇതിനെ എതിർത്തവർ അവർ എന്തെല്ലാമാണ്, ഏതെല്ലാം വിഭാഗങ്ങളാണ്, ഏതെല്ലാം അവാന്തര വിഭാഗങ്ങളായി പോയി എന്ന് നമുക്കറിയില്ല. അത്രത്തോളമായി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കിതാബും മുഹമ്മദ് സുന്നത്തും അനുസരിച്ച് ഈ തൗഹീദ് പ്രസ്ഥാനം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇതുവരെ കേരളത്തിൽ എങ്ങനെയാണ് മുമ്പ് നേതാക്കൾ ഇവിടെ പ്രബോധനം ചെയ്തത്, അതേ ശൈലിയിൽ അതേ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധനം ചെയ്ത് മുജാഹിദ് പ്രസ്ഥാനം നമ്മുടേതാണ് എന്നുള്ളത് കാലം തെളിയിച്ചിരിക്കുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ഈ ആദർശം അള്ളാഹുയുടെ മാത്രം എന്നുള്ളത് ഉറച്ചു നിർത്തി പറയുവാൻ സാധിക്കുന്ന തൗഹീദ് പ്രസ്ഥാനം ഈ നമ്മുടെ പ്രസ്ഥാനം മാത്രമാണ്, നമ്മുടെ സംഘടന മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഏതൊരു വിഷയത്തിലും മുജാഹിദുകളുടെ പാരമ്പര്യം നിലനിർത്തുന്ന ആരാണ് എന്നുള്ളത് ഓരോ സന്ദർഭത്തിൽ തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 പെരുന്നാളുകൾ നടത്തിയപ്പോൾ എന്താണ് മുജാഹിദുകളുടെ ചന്ദ്രോദയത്തിൽ മാസം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ മുജാഹിദുകളുടെ ആദർശം എന്താണ് എന്ന് തെളിയിക്കുവാൻ വാസ്തവത്തിൽ നമ്മുടെ സാന്നിധ്യം പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ മുജാഹിദുകൾക്ക് അവമാനകരമായ വിധത്തിലായുമായിരുന്നു. സ്വന്തമായ അഭിപ്രായമില്ലാതെ എന്താണോ കാലിയന്മാർ പറയുന്നത് അത് അനുകരിക്കാനുള്ള ഒരു പരിണിത ഫലത്തിലേക്കാണ് ഹിലാൽ കമ്മിറ്റി ഞങ്ങളാണോ ഔദ്യോഗികം എന്ന് പറയുന്നവർ അവിടെ എത്തിച്ചേർന്നത്.
എന്നാൽ മുജാഹിദുകളുടെ ആദർശം എന്താണ്, ആരാണ് മുജാഹിദുകൾ എന്നത് നമ്മുടെ പ്രഖ്യാപനത്തിലൂടെയാണ് മുസ്ലിം കേരളം മനസ്സിലാക്കിയെന്നറിയാം. അതുകൊണ്ട് ആ കാര്യം ഇനി വ്യക്തമായി തെളിഞ്ഞുകൊണ്ട് ആരാണ് കേരളത്തിലെ മുജാഹിദുകൾ, ആരാണ് കേരളത്തിലെ തൗഹീദിന്റെ ആളുകൾ, ആരാണ് ആദർശശുദ്ധിയുള്ള അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്നത് തെളിയിക്കുവാൻ അതിന്റെ 8ാം സംസ്ഥാന സമ്മേളനം, മുജാഹിദ് സമ്മേളനം ഇൻഷാ അല്ലാഹ് 2013 മലപ്പുറത്ത് വെച്ച് വിവിധമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന്മേത ഇന്ന് കരുത്തരായ യുവജന സംഘടനയുടെ നേതൃത്വം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ നേതൃത്വത്തിന് ഇതിന്റെ എല്ലാവിധ ശക്തിയും പകരുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സമ്മേളനത്തിന്റെ വിജയത്തിൽ, അതിന്റെ പ്രവർത്തനത്തിൽ ഇന്നു മുതൽ നിരതരായിരിക്കുന്നു നിങ്ങൾ. എന്നാൽ ഇതിൽ അവിടെ അതിന്റെ പ്രചരണ ദിവസം ഡിസംബർ ഈ മാസം 31-നാണ് അതിന്റെ പരസ്യമായി പ്രചരണത്തിൽ നാം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി മുതൽ ഇതിന്റെ പ്രവർത്തനത്തിലാണ്. മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തനത്തിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ആ പ്രവർത്തനം നമ്മൾ കേവലം സമ്മേളനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ദഅവത്തിന് വേണ്ടിയാണ്, തൗഹീദ് ആദർശ പ്രചരണത്തിന് വേണ്ടിയാണ്. ആ പ്രവർത്തനത്തിൽ നിങ്ങൾ നിരതാവണമെന്ന് എല്ലാ ഘടകങ്ങളോടും അഭ്യർത്ഥിക്കുകയും അള്ളാഹുവോട് അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ളത് പ്രത്യേകം പറയുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി പറയാനുള്ളത്, നാം കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കേരളം വരൾച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. ഒരു വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എല്ലാ രംഗത്തും അവിടെയും നമുക്കുണ്ടാവണം. നമ്മിൽ വരുന്ന അബദ്ധങ്ങളും നമ്മിൽ നിന്ന് വിട്ടുകൊണ്ടുമാണ് പലപ്പോഴും മഴയും വർഷവും ഇല്ലാതെയാവുന്നത്. റബ്ബിനോട് ഏറ്റു പറയണം. പ്രകൃതിയോട് പലതും അതിക്രമമായി നാം പ്രവർത്തിക്കുന്നു. അതിന്റെ ഫലമായും നമ്മുടെ ആത്മീയമായ പാപങ്ങളുടെ ഫലമായും അള്ളാഹു വർഷം നിർത്തിവെച്ച് വരൾച്ചയിലേക്ക് കൊണ്ടുപോയേക്കാം. എന്നാൽ തൗബ, പശ്ചാത്താപം, പ്രാർത്ഥന അതിന്റെ പ്രായശ്ചിത്തമാണ്. അതുകൊണ്ട് അള്ളാഹുവേ, ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കരുന്നാഥ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമെന്നാഥ, നിന്റെ കാര്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്നാഥ. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ പ്രബോധന രംഗത്ത് കർമ്മനിരതരായിരിക്കും അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ, ഇത് ശരിയായ നേരത്തിൽ പൂർണ്ണമായി നിന്റെ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി ഇത് പ്രാവർത്തികമാക്കുവാൻ, വിജയിപ്പിക്കുവാൻ നീ തൗഫീഖ് ചെയ്യണമേ നാഥ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 2013 മലപ്പുറത്ത് വെച്ച് 8ാം മുജാഹിദ് സമ്മേളനം ഇൻഷാ അല്ലാഹ് നടക്കുന്നതാണ് എന്ന് ഒരിക്കലും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നിർവഹിച്ച് മലയാളക്കരയുടെ ഇസ്ലാഹി പ്രബോധന ചരിത്രത്തിലേക്ക് ഘനകഖണ്ഡിയുള്ള വജ്രശോഭയുള്ള തൗഹീദിന്റെ പ്രബോധന ചരിത്രം സമ്മാനിക്കാൻ മലയാളി മുജാഹിദ് തയ്യാറായിരിക്കുന്നു എന്ന് ആവേശത്തോടെ ഏറ്റെടുത്ത ഈ യുവജന സമ്മേളനത്തിൽ പ്രഖ്യാപനം നിർവഹിച്ചതിന് ആദരണീയനായ CP ഉമർ സുല്ലമിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രാധാന്യമുള്ള അടിയന്തരമായ അറിയിപ്പ്. ISMന്റെ പഴയതും പുതിയതുമായ മുഴുവൻ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും എത്രയും പെട്ടെന്ന് സ്റ്റേജിന് പിറകിൽ എത്തിച്ചേരേണ്ടതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള 10,000-കണക്കിന് ജനങ്ങൾക്കിടയിൽ ആണെങ്കിലും ശരി, സമ്മേളനത്തിന്റെ വളരെ അടിയന്തരമായ വിഷയത്തിന്റെ ചർച്ചക്കായി ISMന്റെ പഴയതും പുതിയതുമായ സംസ്ഥാന സാരഥികളും ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പിറകിൽ റിപ്പോർട്ട് ചെയ്യുക. അടുത്തതായി സമാപന സമ്മേളനത്തിൽ അവാർഡ് ദാനമാണ്. കേരള ഇസ്ലാമി ക്ലാസിൽ കഴിഞ്ഞ റമദാനിൽ നടത്തിയ അന്താരാഷ്ട്ര ഖുർആൻ തജ്വീദ് മത്സരത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷഹർദാൻ മുഹമ്മദിനുള്ള അവാർഡാണ് നമ്മൾ സമ്മാനിക്കുന്നത്. അവാർഡ് നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യാതിഥിയെയും അവാർഡ് ഏറ്റുവാങ്ങാൻ ഷഹർദാനുവിന്റെ പ്രതിനിധി അബ്ദുൽ കലാം സാറിനെയും സ്നേഹാദരം ക്ഷണിക്കുകയാണ്. I call upon our esteemed chief guest,
Sheikh Muhammad Jamal Umran Abu Ayman to give away the award, and I call upon Abdul Kalam sir to receive the award. അടുത്തതായി സമാപന സമ്മേളന വേദിയിൽ വർത്തമാന ദിനപത്രത്തിന്റെ സമ്മേളന പ്രത്യേക സപ്ലിമെന്റ് പ്രകാശനമാണ്. സപ്ലിമെന്റ് പ്രകാശനം നിർവഹിക്കാൻ ബഹുമാനനായ ഇന്ത്യൻ ഇസ്ലാമിക് യൂണിയൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂരിലെയും സമ്മേളന പ്രത്യേക പതിപ്പ് ഏറ്റുവാങ്ങാൻ ബഹുമാനനായ കേരള നേതൃത്വ മുജാഹിദീൻ സംസ്ഥാന അധ്യക്ഷൻ AK അഹമ്മദ് സാറെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമാപന സമ്മേളന വേദിയിൽ പ്രഭാഷണം നിർവഹിക്കാൻ കേരള നേതൃത്വ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുസ്തഫ ഫാറൂഖിയെ സ്നേഹാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹാദരണീയനായ അധ്യക്ഷൻ മുജീബ് റഹ്മാൻ കമീലൂർ, വേദിയിലുള്ള സമാദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ സായാഹ്നത്തിൽ വളരെ സന്തോഷത്തോടുകൂടെയാണ് ഈ മഹാസംഗമത്തെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. കേരളത്തിന്റെ പ്രബോധന സംസ്കരണ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 45 വർഷമായി ISM ചെയ്തുകൊണ്ടിരിക്കുന്ന സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള മഹത്തായ ഓർമ്മകളുമായാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹോദരി സഹോദരന്മാർ ഈ മഹാസംഗമത്തിൽ അണിചേർന്നിട്ടുള്ളത്. ISM എന്ന മഹത്തായ യുവജന പ്രസ്ഥാനം കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷത്തിൽ ചെയ്ത പ്രശംസനീയമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മുടെ പ്രവർത്തകർ ഇവിടെ നിന്നും കേട്ടിട്ടുള്ളത്. ISM കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മഹത്തായ 2 ദൗത്യങ്ങളായിരുന്നു നിർവഹിച്ചു പോരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് മഹത്തായ ഒരു ദഅവത്ത് പ്രസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും ശീലങ്ങളുമാണ് ISM സ്വാംശീകരിച്ച് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബഹുമത സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തോട് കൂറ് പുലർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ നാട്ടിലെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരോട് കൂടി പുലർത്തിക്കൊണ്ടുള്ള അമുസ്ലിം സഹോദരങ്ങളോട് കൂടി പുലർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം ആവിഷ്കരിച്ച് നടപ്പിലാക്കി പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ISM-നെ അംഗീകരിക്കാനും ISM-നെ സ്വീകരിക്കാനും ISM-ന്റെ പ്രവർത്തനങ്ങളെ ആദരിക്കുവാനും നമ്മളുടെ പ്രസ്ഥാനം മാത്രമല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എതിരാളികളും നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനങ്ങളെ ഏറ്റവും നേരായ വണ്ണം ശ്രദ്ധിച്ചു പോന്നിട്ടുള്ള ആളുകളും അതിനെ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അതേസമയം കേരളത്തിന്റെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു നിലവിളി കേട്ട ഒരു വർഷത്തെ സംബന്ധിച്ച്, ഒരു ദിവസത്തെ സംബന്ധിച്ച് ഇവിടെ പ്രസംഗിച്ച ഏതാണ്ട് എല്ലാ ആളുകളും സൂചിപ്പിക്കുകയുണ്ടായി. 2002 ആഗസ്റ്റ് 12-ാം തീയതി ISM-നെ എതിരായ ഒരു വധശ്രമം, ISM-നെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായി എന്നുള്ളത്
ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു സ്ഥിതിവിശേഷമായി അവശേഷിക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായ CP ഉമർ സല്ലമി സൂചിപ്പിച്ചതുപോലെ ISMന്റെ അന്നത്തെ 35 പ്രവർത്തക സമിതി അംഗങ്ങളെ മാത്രമല്ല അന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത്. പ്രബോധന മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അന്നത്തെ ISMന്റെ പ്രവർത്തക സമിതി അംഗങ്ങളിൽ അവിടെയുള്ള 35 പേരെ അവർക്കെതിരായിരുന്നു നടപടി എടുത്തിരുന്നതെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുമായിരുന്നു. നേരെ മറിച്ച് ISM എന്ന യുവജന പ്രസ്ഥാനത്തെ പിരിച്ചുവിടുകയും അതിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുകയും ചെയ്ത വളരെ കിരാതമായ ഒരു നടപടിയായിരുന്നു അന്നത്തെ നമ്മുടെ KNMന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ISM നശിക്കുകയില്ല, നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ISMന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, പ്രസ്ഥാനത്തെ ജീവൻ തുല്യം സ്നേഹിച്ചിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ISMനെ ഏറ്റെടുത്തിട്ടുള്ളത്. 1998 മുതൽ 2003 വരെ ISMന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് ISMന്റെ ഹൃദയമെടുപ്പിന്റെ, ISMന്റെ നിലവിളിയുടെ, ISMന്റെ അന്നത്തെ രോദനത്തിന്റെ കഥ എനിക്ക് തീർച്ചയായും അറിയാവുന്നതാണ്. കഴിഞ്ഞ 3 സമ്മേളനങ്ങളിൽ 3 ദിവസങ്ങളിലായി നടന്ന ഈ സമ്മേളനത്തിൽ നാം അന്ന് ISMന് നേതൃത്വം നൽകിയ ദക്ഷിണാശാലിയായ എന്റെ സഹപ്രവർത്തകനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി. മഹാനായ അബൂബക്കർ കാരക്കുന്നും ഞാനും ISMനെതിരെ ഒരു നടപടി എടുക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഒരുങ്ങി അന്നത്തെ നേതൃത്വത്തെ സമീപിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം തീർന്നു പറയാം, അന്നത്തെ ISMന്റെ സെക്രട്ടേറിയറ്റ് പോലും അറിയാതെ, അന്നത്തെ ISMന്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ പോലും അറിയാതെ ISMനെ പിരിച്ചുവിടുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അന്നത്തെ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ കാരക്കുന്നും ഞാനും തനിച്ച് എന്നവരുടെ വീട്ടുപടിക്കൽ പോയി കരഞ്ഞുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യരുതേ, അരുതാത്തത് നിങ്ങൾ പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളരുതായ്മക്കെതിരിൽ അന്നത്തെ നേതൃത്വത്തിന്റെ ഏറ്റവും മഹാന്മാരായ 3 നേതാക്കന്മാരുടെ മുമ്പിൽ ഞങ്ങൾ കരഞ്ഞു പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അത് പറയാൻ തീർത്തും കാരണമുണ്ട്. കാരണം ഓരോ ആളുകളും മരിച്ചു പിരിഞ്ഞു പോവുകയാണ്. അന്ന് ഞങ്ങൾ ആരുടെ മുമ്പിലാണോ പോയി കേണപേക്ഷിച്ചിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു നേതാവ് ഇന്ന് നമ്മളോടൊപ്പമില്ല. മാത്രമല്ല, ആരൊക്കെയാണോ അന്ന് നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ പോയി കെഞ്ചി അപേക്ഷിച്ചിട്ടുള്ളത് എന്റെ സഹപ്രവർത്തകനായ അബൂബക്കർ കാരക്കുന്നും എന്നോടൊപ്പമില്ല, നമ്മളോടൊപ്പമില്ല. അതുകൊണ്ടാണ് ഈ മഹാസംഗമത്തിന് മുമ്പാകെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അന്നത്തെ ISMനെ പിരിച്ചുവിട്ടപ്പോൾ നമ്മളുടെ യുവജനങ്ങൾ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ISMനെ കൂടുതൽ സ്നേഹിക്കുകയും ISMനെ നെഞ്ചേറ്റുകയാണ് നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തിട്ടുള്ളത്. ISMന്റെ അന്നത്തെ ഷബാബിന്റെ മുഖപത്രത്തിൽ ISMനെ പിരിച്ചുവിട്ടതിന്റെ പിറ്റേ ആഴ്ച അന്നത്തെ ഷബാബിന്റെ എഡിറ്ററായിരുന്ന MI തങ്ങൾ എഴുതുകയുണ്ടായി. ISM ക്രൂരമായ അനീതിയുടെ ഇരയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മഹാനായ നേതാവ് KK മുഹമ്മദ് സല്ലമി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം KNMന്റെ പ്രവർത്തക സമിതിയിൽ പറഞ്ഞത് എങ്കിൽ അത് ചരിത്രപരമായ ഒരു വിഡിത്തമാണ് എന്നുള്ള നിലക്കാണ്. അക്കാര്യം ഇവിടെ പ്രബുദ്ധ കേരളം, ഇസ്ലാഹി കേരളം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിൽ ISMന്റെ കേരള യുവജന സമ്മേളനത്തിൽ വലിയ പബ്ലിസിറ്റിയൊന്നുമില്ലാതെ തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ കുടുംബാംഗങ്ങളോടൊത്ത് കൂട്ടമായി ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഇവിടെ എത്തിയ പ്രവർത്തകന്മാരെ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവർക്കും തികഞ്ഞ സന്തോഷമാണ്. എല്ലാവരിലും സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, അവരുടെ മുഖങ്ങളിൽ വളരെ പ്രകാശം സ്ഫുരിക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനിച്ചുറച്ച പോലെ. മാത്രമല്ല, ഈ പ്രസ്ഥാനം നിങ്ങളുടെ ജീവനേക്കാൾ തുല്യമാണ് എന്ന് പ്രഖ്യാപിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ,
നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന പ്രവർത്തന പരിപാടികൾ ഇനിയും കൂടുതൽ ധൈര്യത്തോടുകൂടെ ചങ്കുറപ്പോടുകൂടെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഏറ്റെടുക്കണമെന്നുള്ള തീരുമാനമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പരിപാടികൾ ഇവിടെ നമ്മുടെ നേതാക്കന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. ഇനി ഇതിനുശേഷവും എന്റെ സംസാരശേഷവും ഇവിടെ വിശദീകരിക്കാനിരിക്കുകയാണ്. നമ്മളുടെ കേരളത്തിലെ ഈ മാതൃകാ പ്രവർത്തനങ്ങൾ അത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് നമ്മളുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. പനമരത്ത് നടന്ന 2007 സമ്മേളനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റിന് രൂപം നൽകിയിട്ടുള്ളത്. ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൗത്യ സംഘത്തിൽ ആസാമിലും ബീഹാറിലും അതേപോലെ പശ്ചിമ ബംഗാളിലും പര്യടനം നടത്തിയ ദൗത്യ സംഘത്തിന് ബോധ്യപ്പെട്ട ഒരു സംഗതി, കേരള മോഡൽ പ്രവർത്തനങ്ങൾ, നമ്മുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചുറച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ രൂപകൽപ്പന ചെയ്യുന്ന എല്ലാ പ്രവർത്തന പരിപാടികളും നമ്മൾ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും നടപ്പാക്കേണ്ടതുണ്ട്. ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിന്റെ, ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബിന്റെ, CP ഉമർ സുല്ലമി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിത്തീരേണ്ടത്. ഈ സന്ദർഭത്തിൽ ISM-ൽ നിന്നും അതിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിച്ച, സാങ്കേതികമായി വിരമിച്ച ഒരുപാട് നേതാക്കന്മാരും പ്രവർത്തകന്മാരും എനിക്ക് പറയാൻ തോന്നുന്നു, ഈ സമ്മേളനത്തിന്റെ ഒരു സന്ദേശമായി, ഈ സമ്മേളനത്തിന്റെ ഒരു തീരുമാനമായി നമുക്ക് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ISM-നെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിന് കരുത്തു പകരാൻ പറ്റിയ നേതാക്കന്മാരാണ് നമുക്ക് ഈ ടേമിൽ നിന്നും ISM-ൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പരിപാടികൾ ആഗോളാടിസ്ഥാനത്തിൽ അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ തരത്തിലുള്ള യാഥാസ്ഥിതികൾക്ക് എതിരുമായി നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സന്ദേശവുമായി, തൗഹീദിന്റെ അതിന്റെ ഏറ്റവും വലിയ ദൗത്യവുമായി നാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിന് ഈ സമ്മേളനം പ്രചോദനമായി തീരുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ISM-ന്റെ ഒരു മുൻ ഭാരവാഹി എന്നുള്ള നിലക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്ര പ്രയാണം ISM-ന്റെ ബഹുമാനായ ISM-ന്റെ മുൻ സംസ്ഥാന കാര്യദർശിയും കേരള നജുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഡോക്ടർ മുസ്തഫ ഫാറൂഖിക്ക് സംഘാടക സമിതിയുടെ ഹൃദയംഗമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സംസ്ഥാന സമ്മേളന സമാപന വേദിയിൽ പ്രഭാഷണം നിർവഹിക്കാൻ മുജാഹിദ് സ്റ്റുഡൻസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാസിൻ അബ്ദുള്ളയെ സ്നേഹാദരം ക്ഷണിക്കുന്നു. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സമാധാനീയരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പരമധീരരായ പ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ താളുകളിലേക്ക് നവോത്ഥാനത്തിന്റെ മാമ്പകം നൽകി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISM-ന്റെ കേരള യുവജന സമ്മേളനം അതിന്റെ സമാധാനത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ
ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കർമ്മ മേഖലകളിലൂടെ നവോത്ഥാന മാർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമായാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. വിശ്വാസ വിശുദ്ധി സമർപ്പിത യൗവനമെന്ന കാലിക പ്രസിദ്ധമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 6 മാസക്കാലമായി നാം നടത്തിവന്ന സമ്മേളന പ്രവർത്തനങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഈ കാണുന്ന ജനങ്ങളെന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ISM സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള പ്രമേയങ്ങളും മുദ്രാവാക്യങ്ങളുമൊക്കെ എതിരാളികൾ പോലും ചരിത്രത്തിന്റെ വാതായനങ്ങളിൽ ഏറ്റെടുക്കുന്നതായി നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിതീക്ഷ്ണമായ അസ്തിത്വ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമർപ്പണത്തിന്റെ ഭാഗധേയമായി യുവതലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട് എന്ന വൈശ്വനികമായ ദിശാബോധമുള്ള പ്രവർത്തന അജണ്ടകളുടെ ഭാഗമായാണ് ഈ സമ്മേളനം നടത്തപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിന്റെ ലക്ഷ്യബോധമറിയാതെ താളം തെറ്റി നടക്കുന്ന യുവതലമുറയെ ധർമ്മബോധത്തിലേക്കും നീതിബോധത്തിലേക്കും സമഭാവനയുടെ അത്യുദാത്തമായ വഴിത്താരയിലേക്കും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന അജണ്ടകളെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കേരളക്കരയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരു കാലത്ത് തീവണ്ടിയിൽ കയറാൻ ഭയപ്പെട്ടിരുന്ന സമൂഹം ഇന്ന് ബസ്സുകളിൽ പോലും കയറാൻ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹത്തെ കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് യുവജന സംഘടനകൾ ഉണ്ടായിട്ട് പോലും ധർമ്മത്തിന്റെ ഭാഗതയും നിർണ്ണയിക്കാൻ അജണ്ടകളെ ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. യുവതലമുറയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വിലപിക്കുന്ന ആളുകൾ യുവതലമുറയെ ധർമ്മത്തിന്റെ മാർഗങ്ങളിലേക്ക് അവരുടെ അജണ്ടകളെ തിരിച്ചുവിടാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ വിടവിലേക്ക് ധർമ്മത്തിന്റെ ഭാഗതയുമാകാൻ ഇസ്ലാഹി പ്രസ്ഥാനം ഉറച്ച് അതിന്റെ മുന്നോട്ട് പോക്ക് തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. 4-5 പോക്കറ്റുകളുള്ള പാന്റും സിംഹത്തിന്റെ തലയുള്ള ഒരു ടീഷർട്ടും കയ്യിൽ പിടിക്കാൻ ഒരു മൊബൈൽ ഫോണും നെക്കിക്കളിക്കാൻ ഒരു ഐഫോണും തൂക്കിപ്പിടിക്കാൻ ഒരു ലാപ്ടോപ്പും ചവച്ചിറക്കാൻ ഒരു ചോയിങ്കവും അകമ്പടിയായി 4-5 പേരും ചെവിയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഹെഡ്സെറ്റുകളുമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോയ യുവതലമുറക്ക് മുന്നിൽ, ക്യാമ്പസ് യുവതയ്ക്ക് മുന്നിൽ കൃത്യമായ ദിശാബോധത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു യുവതലമുറ ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ട് എന്ന തിരിച്ചറിവിന്റെ ഭാഗമാണ് ഈ ധാരാവാരം കണക്കെയുള്ള ഈ യുവതലമുറ എന്ന് തിരിച്ചറിയാൻ ഒരുപാട് ഈ പ്രവർത്തകർക്കിടയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വിനീതരായ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തനത്തിന്റെ ആവേശമേകിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയുടെയും വിദ്യാർത്ഥി പ്രവർത്തകരെയും നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് എന്റെ രക്ഷിതാക്കളായ ഒരുപാട് ആളുകളെ മുൻനിർത്തിക്കൊണ്ട്, പണ്ഡിതന്മാരായ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് വിനീതരായ എന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്, നമുക്ക് ക്യാമ്പസുകളിലേക്കും ക്യാമ്പസിന്റെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും അജണ്ടകൾ നിർണ്ണയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങളുടെ സഹകരണമുണ്ട് എങ്കിൽ ISMന്റെ കൂടെ നിന്നുകൊണ്ട് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൃത്യമായ ദിശാബോധങ്ങൾക്കനുസരിച്ച് MGM-മായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. 5 വർഷത്തെ MBBS പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഡോക്ടർമാര് കിഡ്നി മോഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ 4 വർഷത്തെ BTech കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കാലത്തിനിടയിലേക്ക് പാറപ്പടികൾ ചേർക്കുന്നുണ്ട് എങ്കിൽ മനുഷ്യന്റെ ചരടുകൾ വലിച്ചു കയറുന്ന രൂപത്തിലേക്ക് നഴ്സുമാരും അടിമതിയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ലോകത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ ഇക്കാണുന്ന യുവതലമുറ നമ്മൾ വിചാരിച്ചാൽ ഒരു തിരുത്തലിന് തയ്യാറാകാൻ, ഒരു തിരിച്ചറിവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. മാധ്യമ സംസ്കാരത്തിന്റെ ഒരു വിഷ്വൽ മീഡിയ സംസ്കാരമായി കേരളത്തിന്റെ യുവത മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ചാനലുകൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾക്ക് നിന്നുകൊടുക്കാൻ, കുരങ്ങവേഷം കെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വെറുതെയാണത്ര ഭാര്യ, ഇതിന് നിന്നുകൊടുക്കാൻ കേരളത്തിലുള്ള യുവതികളും യുവാക്കളും തയ്യാറാകുമ്പോൾ അരുതെന്ന് പറയാൻ, ഈ യുവതയുടെ കൈക്ക് പിടിക്കാൻ സ്ലീപ്പ് ഇൻ ദ ലാപ്പ് ഓഫ് ലക്ഷറി
എന്ന് പറയുമ്പോൾ, ആർഭാടത്തിന്റെ വടിത്തട്ടിൽ കിടന്നിറങ്ങണമെന്ന് പറയുമ്പോൾ, നവോത്ഥാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ നമുക്കേറെ ചെയ്യാനുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. സാക്ഷരതയുടെ അഭിമാനം കൊള്ളുന്ന നമ്മൾ ഉളുപ്പ് എന്ന അക്ഷരത്തിന് നമ്മുടെ ഡിക്ഷണറികളിൽ അടയാളപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ ആ ഒരു മാർഗത്തിലേക്ക് പ്രവർത്തനങ്ങളെ തിരിച്ചുവിടാൻ, അജണ്ടകളെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആദർശപരമായ പ്രവർത്തന രംഗത്ത് അവസാനിപ്പിക്കുകയാണ്. ആദർശപരമായ പ്രവർത്തന രംഗത്ത് ഇനിയും വേറെ മുന്നോട്ട് പോകേണ്ട, നമ്മൾ മാത്രമേ ഈ തൗഹീദ് പറയാൻ ബാക്കിയുള്ളൂ എന്ന കൃത്യമായ ബോധത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥി തലമുറക്ക്, വിദ്യാർത്ഥി നവോത്ഥാനത്തിന്റെ പേര് പറയുന്ന ആളുകൾക്ക് കേരളത്തിലെ പരിപാടികൾ സംഘടിപ്പിക്കാൻ അനുവാദമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു വിദ്യാർത്ഥി വിഭാഗമുണ്ട് എങ്കിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു യുവജന വിഭാഗമുണ്ട് എങ്കിൽ, ഈ കാണുന്ന മുഴുവൻ പ്രവർത്തകരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ആദർശമാണ് കേരളത്തിൽ ബാക്കിയുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുടിയെടുത്ത് മടിയിൽ വെച്ച് മുടിചൂടാമന്നന്മാരായി മുസ്ലിം സമുദായത്തെ മുടിപ്പിക്കാൻ മുടിപ്പള്ളി നിർമ്മിക്കുന്നവരും, മുടിക്കെട്ട് കിട്ടാത്തതിന്റെ പേരിൽ മടിക്ക് തടിച്ചു മുടന്ത ന്യായങ്ങളുമായി കേരള വിമോചന യാത്ര നടത്തിയവരും, മുടിക്കെട്ട് പ്രവാചകന്റേതാണെന്നറിഞ്ഞാൽ ആ മുടിയിട്ട വെള്ളം വിൽക്കുന്നിടത്ത് കിഡ്നി വിറ്റ് ഒന്നാമത്തെ സഫില് ഞാനുണ്ടാകുമെന്ന് പറയുന്ന പല്ലിപിടുത്തക്കാരും ജിന്ന് ചികിത്സക്കാരും ശക്തപോത്തിന്റെ മാംസം കൊണ്ട് പുറമയുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും, ആനയോട് സഹായം തേടിയാൽ അത് ശിർക്കാണോ തൗഹീദാണോ എന്ന ഫിത്നകൾ നിറഞ്ഞ ഫത്വകളാക്കാൻ ശ്രമിക്കുന്ന ആളുകളുമൊക്കെ ഒരേ അന്ധവിശ്വാസത്തിന്റെ അച്ചുതണ്ടിലാണ് നിങ്ങൾ കറങ്ങുന്നത് എന്ന ഉത്തമമായ ബോധ്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഇസ്ലാഹി പ്രസ്ഥാനം ഈ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് അതിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകും. MSMന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ കേരളക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ MSMന്റെ ലേബലിൽ അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ബോധിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സയ്യിദ് മൗലവിയുടെ മക്കൾ വേണ്ടെന്ന് പറഞ്ഞ തൗഹീദ് ഞങ്ങൾക്ക് വേണം, അലവി മൗലവിയുടെ മക്കൾ വേണ്ടെന്ന് പറഞ്ഞ തൗഹീദ് ഞങ്ങൾക്ക് വേണം, ND അബ്ദുസ്സലാം മൗലവിയുടെ മക്കൾ വേണ്ടെന്ന് പറഞ്ഞ തൗഹീദ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ തൗഹീദുമായി നിങ്ങൾ ആടിയുടയുന്ന ആകാശത്ത് നിന്ന് വീണവനെ പോലെ ഗത്യന്തരമില്ലാത്ത പല കോലത്തിലും ജിന്ന് വരുമെന്ന് പറയുമ്പോൾ, ഔദ്യോഗികത്തിന്റെ കോലത്തിലായിരുന്നാലും അതല്ല ജിന്നിന്റെ കോലത്തിലായിരുന്നാലും സുഹൃബേടിയുടെ കോലത്തിലായിരുന്നാലും ചികിത്സയുടെ കോലത്തിലായിരുന്നാലും അതുമായിട്ട് നിങ്ങൾ പോയിക്കോ. എന്നാൽ സയ്യിദ് മൗലവി ഞങ്ങളെ പഠിപ്പിച്ച സയ്യിദ് മൗലവിയുടെ മക്കള് ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അലവി മൗലവി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അലവിയുടെ മൗലവിയുടെ മക്കള് ഇന്നും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ND അബ്ദുസ്സലാം മൗലവി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അബ്ദുസ്സലാം മൗലവിയുടെ മക്കള് ഇന്നും ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ ആ ആദർശ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരായി ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ISMന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഭാരവാഹികൾക്കും പുതിയ കമ്മിറ്റിക്ക് MSMന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വിധത്തിലുമുള്ള പിന്തുണ, എല്ലാ വിധത്തിലുമുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. ഇവിടുത്തെ ഗ്രീൻ പരേഡുകളെക്കാൾ, രക്ഷാമാർച്ചുകളെക്കാൾ, മനുഷ്യച്ചങ്ങലകളെക്കാൾ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ മാതൃകയെ നിർണ്ണയിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിക്കും. ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അടച്ചുറപ്പ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമാനതകളില്ലാത്ത